ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്കാലവും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ മോദിയേക്കാൾ പ്രാപ്തനായ മറ്റൊരു നേതാവില്ല. ആ കാരണങ്ങളാലും ഇന്ത്യയുടെ സവിശേഷതകളും കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നുവരുന്ന വിദേശികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതിമനോഹരമായ ഒരുപാട് പ്രദേശങ്ങളും പ്രകൃതി ഭംഗിയാലും ചരിത്ര സ്മാരകങ്ങൾ കൊണ്ടാണെങ്കിലും ഭക്ഷണം കൊണ്ടാണെങ്കിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പലതും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അതിന്റെ മഹത്വം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന നിരവധി വിദേശ സഞ്ചാരികളുടെ വീഡിയോകൾ വൈറലായിട്ടുമുണ്ട്. എന്നാൽ അടുത്തിടെ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു യുവാവ് വന്നു. കൈ നിറയെ മാസ്കും പഴയ വസ്ത്രങ്ങളുമായിട്ടായിരുന്നു യുവാവിന്റെ വരവ്. ഇത് എന്തിനായിരുന്നു എന്ന ചോദ്യവും അതിന് പിന്നാലെ ഉയർന്നു വന്നു. യുവാവ് ഇന്ത്യയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതിൽ കണ്ടതെല്ലാം ഇന്ത്യയിലെ പൊടിയെക്കുറിച്ചും മലിനീകരണത്തെക്കുറിച്ചുമായിരുന്നു. അങ്ങനെ വായു മലിനീകരണവും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യുവാവിന്റെ സർവസജ്ജമായ വരവ്. എന്നാൽ യുവാവിനെ ഇന്ത്യയിൽ കാത്തിരുന്നത് ഇതൊന്നുമല്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ആകാശ് ചൗധരി എന്ന യുവാവാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഷെയർ ചെയ്തത്. ഇന്ത്യയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഇവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ ചൗധരി പറയുന്നത് ഇങ്ങനെയാണ്: ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള എന്റെ സുഹൃത്ത് ഇന്ത്യയിലേക്ക് വന്നത് ധാരാളം മാസ്കുകളും പഴയ വസ്ത്രങ്ങളുമായിട്ടാണ്. അതിന് കാരണം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളാണെന്നും ചൗധരി വ്യക്തമാക്കി. അപ്പോഴും കൊറിയൻ യുവാവ് ആ ചിത്രങ്ങൾ ഗൂഗിളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ പൊടി നിറഞ്ഞതും മലിനീകരിക്കപ്പെട്ടതുമായ അന്തരീക്ഷമാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണോ നീ ഒരുപാട് മാസ്കുകൾ കൊണ്ടുവന്നത് എന്ന് ചൗധരി ചോദിക്കുന്നതും കേൾക്കാം. ഞാൻ പോരാടാൻ തയ്യാറായിട്ടാണ് വന്നത് എന്നാണ് യുവാവിന്റെ മറുപടി. നിരവധി പേരാണ് യുവാവിന്റെ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത്. ഇന്ത്യയിലെ മനോഹരങ്ങളായ പല സ്ഥലങ്ങളും ആളുകൾ കമന്റ് ബോക്സിൽ കുറിച്ചു. അവയെല്ലാം കാണാൻ വരണമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇന്ത്യയെക്കുറിച്ച് തിരയുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ കിട്ടുന്നതിന് കാരണക്കാരായ അത് അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റുകൾ. 1973 നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ഇന്ത്യയും ദക്ഷിണ കൊറിയയും ശക്തമായ ഒരു ഉഭയകക്ഷി ബന്ധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാമ്പത്തിക, തന്ത്രപരമായ, സാംസ്കാരിക മേഖലകളിൽ ഈ പങ്കാളിത്തം ഗണ്യമായി വികസിച്ചു. രാജ്യങ്ങൾ പ്രാദേശിക സുരക്ഷയിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക്കിൽ സഹകരിക്കുകയും പ്രതിരോധ അഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. സാമ്പത്തികമായി 2020 ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ ഇന്ത്യയുടെ വ്യാപാര കമ്മി ഉണ്ടായിരുന്നിട്ടും 2030 $50 ബില്യൺ വളരുക എന്നതാണ് ലക്ഷ്യം. പ്രധാന മേഖലകളിൽ IT, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വ്യാപാര അസന്തുലിതാവസ്ഥ, നിയന്ത്രണ തടസ്സങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നു. എന്നാൽ പരസ്പര വളർച്ചയ്ക്കായി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വർഷങ്ങളായി ഗണ്യമായി വികസിച്ചിട്ടുള്ള ചലനാത്മകവും പരസ്പര പ്രയോജനകരമായ ഒരു ബന്ധം പങ്കിടുന്നു. നയതന്ത്ര ബന്ധങ്ങളുടെ പ്രാരംഭഘട്ടങ്ങൾ മുതൽ വർദ്ധിച്ചു വരുന്ന ശക്തമായ സാമ്പത്തിക, തന്ത്രപരമായ സഹകരണം വരെ അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇപ്പോൾ ഏഷ്യ പസഫിക് ഭൂപ്രകൃതിയുടെ ഒരു അനിവാര്യ ഭാഗമാണ്. ഈ സമഗ്ര വിശകലനം അവരുടെ ബന്ധത്തിന്റെ പ്രധാന മാനങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവരുടെ വ്യാപാര, സാമ്പത്തിക സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, സംസ്കാരം എന്നീ മേഖലകളിൽ ശക്തമായ സഹകരണത്തോടെ ഇന്ത്യ ദക്ഷിണ കൊറിയ ഉഭയകക്ഷി ബന്ധം സമഗ്രവും ചലനാത്മകവുമായ ഒരു പങ്കാളിത്തമായി പരിണമിച്ചിരിക്കുന്നു. കൂടുതൽ പരസ്പര ബന്ധിതവും സമൃദ്ധവുമായ ഒരു ഭാവിയിലേക്ക് ഇരു രാജ്യങ്ങളും നോക്കുമ്പോൾ അവർ തങ്ങളുടെ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനും തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കാനും വ്യാപാര അസന്തുലിതാവസ്ഥ പോലുള്ള വെല്ലുവിളികളെ നേരിടാനും സാധ്യതയുണ്ട്. പ്രാദേശിക സ്ഥിരതയിലും സാമ്പത്തിക വളർച്ചയിലും പൊതുവായ താൽപ്പര്യങ്ങളുള്ള ഇന്ത്യ ദക്ഷിണ കൊറിയ ബന്ധം ഇൻഡോ പസഫിക് മേഖലയിലും ആഗോള വേദിയിലും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഒരുങ്ങിയിരുന്നു. എന്തായാലും ഇന്ത്യയിൽ എത്തിയതിന് പിന്നാലെ കൊറിയൻ യുവാവിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള ചിത്രം മാറിക്കാണുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതു മുതൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷയിലാണെങ്കിലും വികസന മാതൃകയിലാണെങ്കിലും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളിൽ പോലും വരുത്തിയ മാറ്റങ്ങൾ അങ്ങനെയാണ്. അതിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഇന്ത്യയിൽ താമസിക്കാനായാൽ പോലും വിദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.